ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുരിശ് ബണ്ണാണ് തയ്യാറാക്കുന്നത്. പെസഹായ്ക്കൊക്കെ ഇൻട്രിയപ്പം മുറിക്കുന്നത് പോലെ തന്നെ കുരിശ് ബണ്ണും വീടുകളിൽ മുറിക്കാറുണ്ട്. അപ്പോൾ ബേക്കറി പെർഫെക്ഷനിൽ ബ്രെഡ് ഇംപ്രൂവർ ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് കുരിശ് ബൺ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് കുരിശ് ബൺ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത്തവണത്തെ പെസഹായ്ക്ക് ഇതൊന്ന് വീട്ടിൽ ട്രൈയും കൂടെ ചെയ്ത് നോക്കണേ. കുരിശ് ബൺ തയ്യാറാക്കിയെടുക്കാൻ ആദ്യം ബണ്ണിൻ്റെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് മൈദ, ഉപ്പ്, വാനില പൗഡർ, ഏലക്കാപ്പൊടി, ഈസ്റ്റ്, മിൽക്ക് പൗഡർ, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ആദ്യത്തെ 1 മണിക്കൂറിന് ശേഷം ഒന്നും കൂടി നന്നായി നീഡ് ചെയ്ത് വീണ്ടും നന്നായി പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുരിശിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി 1/4 കപ്പ് അളവിൽ മൈദ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് നന്നായി പരത്തി നീളത്തിൽ ഒരേ അളവിൽ കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത കുരിശിനെ നമുക്ക് മാറ്റി വെക്കാം. ശേഷം പൊങ്ങി വന്ന മാവിനെ ഒന്നും കൂടി നല്ലതായിട്ട് നീഡ് ചെയ്ത് എടുക്കണം. എത്രത്തോളം നീഡ് ചെയ്യുന്നു അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ബണ്ണ് കിട്ടും. വീണ്ടും മൂടി വെച്ച് നന്നായി പൊങ്ങി വരുന്നിടവും വരെയും മാറ്റി വെക്കാം. ഇങ്ങനെ 2 പ്രാവശ്യം നല്ലതുപോലെ പൊങ്ങി വന്ന മാവിനെ വീണ്ടും എടുത്ത് നീഡ് ചെയ്ത് വീണ്ടും പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഇങ്ങനെ നന്നായി പൊങ്ങി വന്ന മാവിനെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബേക്കിംഗ് ട്രേയിൽ വെക്കുമ്പോൾ ആവശ്യാനുസരണമുള്ള സൈസിൽ ഇതുപോലെ കൈ കൊണ്ട് പരത്തി കൊടുക്കും. ഇങ്ങനെ പരത്തുന്ന സമയത്ത് എല്ലാ സൈഡും ഒരേ കനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് വേഗം ക്രിസ്പിയായി. ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയ മാവ് വീണ്ടും പൊങ്ങാനായിട്ട് അനുവദിക്കണം. ഇങ്ങനെ നന്നായി പൊങ്ങി വന്ന മാവിൻ്റെ മുകളിലേക്ക് മിൽക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ഒരു കളറും നമ്മുടെ ബണ്ണിന് കിട്ടും. പാലിന് പകരം മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എഗ്ലെസ് ബണ്ണ് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാൻ മിൽക്ക് അപ്ലൈ ചെയ്യുന്നത്. മിൽക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ച കുരിശ് വെച്ച് കൊടുക്കാം. കുരിശിൻ്റെ മാവ് വെച്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ നനച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല. കുരിശെല്ലാം ഇതുപോലെ നന്നായി വെച്ച് കൊടുത്തതിന് ശേഷം പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യും. ബണ്ണ് തയ്യാറാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബണ്ണ് നല്ല പോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. അങ്ങനെ നമ്മുടെ കുരിശ് ബണ്ണൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 30 മിനിറ്റ്സ് എടുത്തു എനിക്കിവിടെ ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇത്തവണത്തെ പെസഹായ്ക്ക് ഇതുപോലെ കുരിശ് ബണ്ണൊക്കെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ്, പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ കുരിശ് ബണ്ണിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.